സ്വഹ്ബിഹി അൽഫായിസീന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് ഫദൽ തങ്ങൾ മമ്പാട്, ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഫൈസി ഉസ്താദ്, വേദിയിലുള്ള പ്രഗത്ഭരായ നേതാക്കൾ ബഹുമാനപ്പെട്ട സഅദ് ഫൈലി, സുലൈമാൻ ഫൈലി ചുങ്കത്തറ, ഉമർ ദർസി ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഈ സദസ്സിനെ, സ്റ്റേജിനെ ധന്യമാക്കുന്ന മറ്റു ഉസ്താദുമാരെ, ഉമറാക്കളെ, SKSSF-ൻ്റെയും SYS-ൻ്റെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ജമിയത്തുൽ മുഅല്ലിമീനും മാനേജ്മെന്റ് അസോസിയേഷനും സമസ്തയുടെ മറ്റു കീഴ്ഘടകങ്ങളുടെ ഒക്കെ നേതൃരംഗത്തുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, ആദർശം അമാനത്താണ് എന്ന ഈ പ്രമേയം, ഓരോ പ്രമേയത്തിനും ഒരു സൗന്ദര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആശയങ്ങളും പ്രമേയങ്ങളൊക്കെ ചില ആളുകൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. ആദർശം അമാനത്താണ് എന്ന വളരെ സൗന്ദര്യമുള്ള ആ പദപ്രയോഗം ഈ ക്യാമ്പയിനെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം എന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പകർന്നു തന്ന ആദർശമാണ്. ആ ആദർശത്തിന്റെ കേരളീയ പരിസരത്തിന്റെ പ്രത്യേകത, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച 100-ലധികം വരുന്ന സ്വഹാബിമാർ ഈ കേരളക്കരയിലേക്ക് പായക്കപ്പലിൽ കടന്നു വന്ന് ആ ദീനിന്റെ വിശുദ്ധമായ വെളിച്ചത്തിന്റെ ആദർശത്തിന്റെ മനോഹാരിത നേർക്ക് നേരെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ദഅവത്ത് നടത്തി എന്നതാണ്. അഫ്ളലുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ ദീനീ ദഅവത്ത് ആ പച്ചപ്പോടുകൂടെ കേരളക്കരയിലേക്ക് പങ്കായമേന്തി കടന്നു വന്നത് ആ വിശുദ്ധമായ ആദർശത്തെ തകർക്കാൻ നജദിൽ നിന്ന് വന്ന പുതിയ ആദർശത്തിന് ഒരിക്കലും സാധ്യമല്ല. പത്താൻകോട്ട് നിന്നോ മേവാത്ത് നിന്നോ പാകിസ്ഥാനിൽ നിന്നോ കടന്നു വന്ന പുതിയ വഴികൾക്ക് ഈ വിശുദ്ധമായ ആത്മീയ വഴിയെ ഒരു പോറലേൽപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. പുതിയ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും വരവ് അങ്ങനെയായിരുന്നില്ലേ? സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് പല ബിദ്അഈ കക്ഷികളും നമ്മുടെ നാടുകളിലൊക്കെ അതിന്റെ പ്രചരണവുമായി മുന്നോട്ട് പോയത്. നമുക്കറിയാം, വഹാബിസത്തിന്റെ ആണിവേരുകൾ, നാരായ വേരുകൾ പരിശോധിച്ചാൽ ഹംഫറിന്റെ ഡയറി കുറിപ്പുകളൊക്കെ ഇവിടെ അതിന് സാക്ഷ്യങ്ങളാണ്. അത് മാത്രമല്ല, വേറെയും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ഒക്കെ അവരെ പാലൂട്ടി തേനൂട്ടി വളർത്തിയത് ഇവിടുത്തെ ബ്രിട്ടീഷ് ചാരന്മാരായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്കൊക്കെ ഫണ്ട് നൽകിയത് എന്ന് നമുക്കറിയാം. വഹാബിസത്തിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഖാദിയാനിസം, ഖാദിയാനികളുടെ ഇപ്പോഴും ആസ്ഥാനം എവിടെയാണ്? ബ്രിട്ടനിലാണ്, ലണ്ടനിലാണ്, UK-യിലാണ്. ഖാദിയാനികളുടെ ആസ്ഥാനം ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തല്ല, ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തല്ല. ഖാദിയാനികളെ അന്നും ഇന്നും വാരിക്കോരി ചൊരിഞ്ഞുകൊടുത്ത് ഫണ്ട് നൽകി സഹായിക്കുന്നത് പാശ്ചാത്യ ശക്തികളാണ്, യൂറോപ്യൻ ശക്തികളാണ്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇസ്ലാമിനെ തകർക്കുക. അത് മാത്രമല്ല, ഇന്ന് പല ആളുകളും നോർമലൈസ് ചെയ്ത് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, തബ്ലീഗ് ജമാഅത്ത്. ഇന്ത്യയിലെ തബ്ലീഗ് ജമാഅത്തിന് വ്യാപകമായി ബ്രിട്ടീഷുകാർ ഫണ്ട് നൽകിയിരുന്നു എന്നതിന് വളരെ കൃത്യമായ ചരിത്ര രേഖകളുണ്ട്. ബിദ്അത്തുകാരെ വെള്ളപൂശാൻ നടക്കുന്ന ആളുകൾ ഇതിന്റെയൊക്കെ ഗൗരവം തിരിച്ചറിയണം. മൗലാന ഖാദി മുർഷിദ് അഹമ്മദ് ഉസ്മാനി, അദ്ദേഹത്തോട് ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ മുഷ്താഖ് അഹമ്മദ് നിസാമി ഈ വിഷയം പഠനം നടത്തുന്നതിന് വേണ്ടി രേഖാമൂലം ആവശ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തടപാടുകൾ നടത്തി അതിന്റെ രേഖകൾ കൈമാറി
ദേവ്ബന്ദ് കി ഖാന തലാഷി എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഈ മൗലാന അഹമ്മദ് നിസാമി. അതിൽ പറയുന്നത് ഖാദിയാനികളും ദേവ്ബന്ദികളും എന്ന് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. ഖാദിയാനി പ്രസ്ഥാനവും തബ്ലീഗ് ജമാഅത്തും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രണ്ട് സവിശേഷ സമിതികളാണ് എന്നാണ്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുക, വിഭാഗീയതയുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നിച്ച് പഴയ പാരമ്പര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പാടില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി തബ്ലീഗ് ജമാഅത്തിന്റെ ധാണാബൂൺ മദ്രസക്ക്, ഡെറാഡൂണിലെ മദ്രസക്ക്, തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന അവിടുത്തെ അറബിക് കോളേജുകൾക്ക്, അവിടുത്തെ മൗലവിമാർക്ക്, അഷ്റഫ് അലി താനവി ഉൾപ്പെടെയുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ നേതാക്കൾക്ക് എല്ലാ മാസവും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൃത്യമായി ഫണ്ട് എത്തിച്ചു കൊടുത്തിരുന്നു എന്നതിന് രേഖകളുണ്ട്. ഇത് ഇവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതനായ ഷെയ്ഖ് സക്കരിയ കാന്തലവി അദ്ദേഹം ജമാഅത്തെ തബ്ലീഗ് पर इत्तिज़ारात के जवाबात, തബ്ലീഗ് ജമാഅത്ത് ഒരു വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം രചിച്ചു. അതിന്റെ 80 മുതൽ 83 വരെയുള്ള പേജുകൾ. ഇതാണ് ചർച്ച. അതിനെ നിഷേധിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അത് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, തബ്ലീഗ് ജമാഅത്തിന് ബ്രിട്ടീഷ് ഫണ്ടും ബ്രിട്ടീഷ് അവരുടെ സവിശേഷ സമിതി എന്ന് ഈ രേഖയിൽ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നത്. ഖാദിയാനികൾ പക്ഷെ ഒരു കാര്യം, എന്ത് സ്വാധീനമാണ് അവർക്ക് ഇവിടെ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത്? റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന മക്കയും ജിദ്ദയും ഒക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അംഗങ്ങളായ റാബിത്തയോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. റാബിത്ത തബ്ലീഗ് ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന റാബിത്ത പറയുന്നതിന് മുമ്പ് ലോകത്തെ പല രാഷ്ട്രങ്ങളും ഖാദിയാനികൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഈ പണ്ഡിത സംഘടന ശൈഖുന ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു, ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കുഫ്രിയത്തിന്റെ വഴിയിലാണ്. അതിന്റെ അപകടം ബോധ്യപ്പെടുത്തിയപ്പോഴോ കേരളക്കരയിൽ ഒരു 50 പള്ളി ഉണ്ടാക്കാൻ ഖാദിയാനികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഖാദിയാനികൾ അതിന് മറുപടി പറയണം. ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് പറയണം. ഞാൻ അന്വേഷിച്ചപ്പോൾ 30-ൽ ചില്ലറ പള്ളികളെ കേരളത്തിൽ ഒട്ടാകെ ഖാദിയാനികൾക്ക് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആഗോള ഖിലാഫത്തും ആഗോള ഇമാമത്തും പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ഫണ്ട് വാരിക്കോരി ചൊരിഞ്ഞ് പ്രവർത്തിച്ച് ഇത്ര കാലം പ്രവർത്തിച്ച് ഖാദിയാനിസം അത് ഒരു സ്റ്റെപ്പ് പോലും മുകളിലേക്ക് കയറാൻ സാധിക്കാതെ പോയത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കോട്ടകെട്ടിക്കാവൽ നിന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഈ സമുദായത്തിനൊരു പാരമ്പര്യമുണ്ട്. അവർ കുഫ്രിയത്തിലേക്ക് പോകാൻ പാടില്ല, മതനിഷേധത്തിലേക്ക് പോകാൻ പാടില്ല, മതനിരാസത്തിലേക്ക് പോകാൻ പാടില്ല, ബിദ്അത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോകരുത്, അവരുടെ ഈമാൻ പഴച്ചു പോകരുത്. ഇതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് ചില ആളുകളുടെ ധാരണ സമസ്തക്കാര് എല്ലാവരെയും അണച്ചുപൂട്ടി നടക്കണം, എല്ലാവരെയും ചേർത്ത് പിടിക്കണം, ഇവിടെ സൗഹൃദം കാത്തു സൂക്ഷിക്കണം. സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് 73 വിഭാഗമാകും, തഫ്തരിഖു ഉമ്മത്തി. ഇത് മുത്തനബി പറഞ്ഞതല്ലേ? ബനൂ ഇസ്രായേലികൾ 72 ആയെങ്കിൽ എന്റെ ഉമ്മത്ത് 73 ആകും. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു കോംപ്രമൈസും ഇല്ലാത്ത മറുപടി, ആദർശത്തിന്റെ ഉറച്ച നിലപാടുള്ള മറുപടിയാണ് മുത്തനബി പറയുന്നത്. അവരെല്ലാവരും കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകാവകാശികളാണ് എന്നാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇല്ലാ മില്ലത്തും വാഹിദ. ഏതാണ് ആ മില്ലത്ത്? മാ അന അലൈഹി വസ്വഹബി. ഈ നരകക്കാരായ ആളുകളെയാണോ ചേർത്ത് പിടിക്കേണ്ടത്? അവരെയാണോ അണച്ചുകൂട്ടേണ്ടത്? അവരോടാണോ സൗഹൃദത്തിൽ കഴിയേണ്ടത്? അവരോടാണോ കോംപ്രമൈസ് ആവേണ്ടത്? അവരാരാണ് എന്ന ആ ദുശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് സമസ്തയുടെ ദൗത്യം. അതിനാ സമസ്ത രൂപീകരിച്ചത്. ഏതാ നേരായ വഴി എന്ന് പറയാൻ.
ഗൈറിൽ മഗ്ലൂബി അലൈഹിം ഏതാണെന്ന് ബോധ്യപ്പെടുത്താൻ, വലല്ലാലീൻ ആരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. നേരായ വഴി മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മഹാന്മാരുടെ ഔലിയാക്കളുടെ സാദാത്തുക്കളുടെ ഉലമാക്കളുടെ വഴി, ഇതാ പഴച്ചുപോയ വഴികൾ ഇവിടെയുണ്ട്. വഹാബിസം പഴച്ചതാണ്, മൗദൂദിസം പഴച്ചതാണ്, തബ്ലീഗ് ജമാഅത്ത് പഴച്ചതാണ്, ഖാദിയാനികൾ പഴച്ചതാണ്. ഇത് പറഞ്ഞു കൊടുക്കലാണ് സുഹൃത്തെ സമസ്തയുടെ ദൗത്യം. പിന്നെ സമസ്ത അത് പറയരുത് എന്നോ? തലക്ക് മീതെ ഫാഷിസം വട്ടമിട്ട് പറക്കുന്ന കാലമാണെന്ന് പറയരുത് എന്നോ? കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ ഇതിനേക്കാൾ വലിയ അസ്തിത്വ പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിലാണ് സമസ്ത ഉണ്ടായത്. 1921 കാലഘട്ടങ്ങളിലെ മലബാർ വിപ്ലവത്തിന്റെ നേരിപ്പോടുകൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് യതീമുകൾ ആയിരക്കണക്കിന് വിധവകൾ, വീടില്ലാത്തവർ, മലബാറിലൊക്കെ ഉള്ള കൂരകൾ കത്തിച്ചാമ്പലായി പോയ ആളുകൾ, പട്ടിണി കിടക്കുന്നവർ, കഷ്ടപ്പാടുള്ളവർ, വിദ്യാഭ്യാസമില്ല, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്. ബ്രിട്ടീഷുകാരുടെ നരനായാട്ടിൽ ഇന്ന് ഗസയിലെ, പലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ നെട്ടോട്ടമോടുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അതിനേക്കാൾ വലിയ അപകടമായിരുന്നു ആ മലബാർ വിപ്ലവം കെട്ടടങ്ങി ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിളയുടെയും വിഷക്കെട്ടുകളുമായി തിരുവിതാംകൂറിലേക്ക് അങ്ങോട്ട് പോയി പിന്നെ മലബാറിലേക്ക് തിരിച്ചു വന്ന വഹാബി മൗലവിമാർ ഇവിടെ പട്ടിണി കിടന്ന് മരിച്ചാലും, ഇവിടെ യതീമുകൾ ഉണ്ടായാലും, വിധവകൾ ഉണ്ടായാലും, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാരെ, മോഷ്ടാക്കളെ, അവരെ പിടിച്ചു കെട്ടാനാണ് 1926 സമസ്ത രൂപീകരിക്കപ്പെട്ടത്. ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ പിന്നെ നമ്മൾ സമസ്തക്കാരാണോ? ആദർശം പറയാതിരുന്നാൽ പിന്നെ അവൻ സമസ്തക്കാരനാണോ? ഈ ബിദ്അഈ കക്ഷികളെ തുറന്നു കാണിക്കാതിരുന്നാൽ അവൻ എന്താണ് നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അമാനത്ത്? അവർ ഒരു അമാനത്തായി ഏൽപ്പിച്ചതാണ് ഈ ദൗത്യം. ഇതിന് താല്പര്യമില്ലാത്തവർ ഈ വഴി വിട്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ തന്നെ അകത്ത് നുഴഞ്ഞു കയറി ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പ്രസ്ഥാനത്തിന്റെ അജണ്ടകളും ഈ പ്രസ്ഥാനത്തിന്റെ സമസ്തയുടെ വഴികളും അതിനെ റൂട്ട് തിരിച്ചുവിടാൻ ആരും നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടെ മുന്നോട്ട് വരണ്ട. ഇത് നല്ല ലൈസൻസ് ഉള്ള ഡ്രൈവർമാർ ഓടിക്കുന്ന വാഹനമാണ്. ഇത് പുറപ്പെട്ടത് 1926 ഈ വാഹനത്തെ റോട്ടിലേക്ക് ഇറക്കിയത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാണ്, കുത്തുബി തങ്ങളാണ്. ഈ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് കുത്തുബി തങ്ങൾ ഇരുത്തിയതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ, ശൈഖുനാ ശംസുൽ ഉലമയെ. അവർ നല്ല റോഡ് ഒരുക്കിയിട്ടുണ്ട്. ഈ വിശാലമായ റോഡ് ലക്ഷ്യത്തിലേക്ക് എത്താൻ, മഹദി ഇമാമിലേക്ക് എത്തിച്ചേരാൻ, ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കാൻ കൃത്യമായ റൂട്ട് നിർണയിച്ചുകൊണ്ട് ആ റൂട്ടിലൂടെ, നല്ല പാകപ്പെടുത്തപ്പെട്ട വഴിയിലൂടെ ഇന്ന് ഈ വാഹനത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ശിഷ്യന്മാർ, ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ലൈസൻസ് കൊടുത്ത ഡ്രൈവറാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ. ഈ വാഹനത്തിന് ദിശ നിർണയിക്കാൻ ഇടക്കാലത്ത് കയറിയവരാരും മോഹപ്പെട്ട് നടക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വാഹനത്തെ കട്ട റോട്ടിലൂടെ തിരിച്ചുവിടാൻ ആരും ശ്രമിക്കണ്ട. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കട്ട റോട്ടിലൂടെ ലക്ഷ്യം തെറ്റി പോകാനുള്ള വാഹനമല്ല. ഇത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തിച്ചേരും. ചില ആളുകൾ ഡ്രൈവറെ മാറ്റാൻ നടക്കുന്ന ആളുകൾ, ചില ആളുകൾ ദിശ നിർണയിക്കാൻ വരുന്ന ആളുകൾ, ചില ആളുകൾക്ക് അകത്ത് കയറിക്കൂടി ഡ്രൈവർ സീറ്റിലേക്ക് വരാൻ മോഹമുള്ള ആളുകൾ, ഇടക്ക് കയറിയവരും ഇടക്ക് പലതവണ പുറത്താക്കപ്പെട്ടവരും വാഹനം നിന്ന് ഇറക്കി വിട്ടവരുമൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, ആ സ്വപ്നങ്ങൾ, ഒരു കാര്യം, പല ആളുകളുടെയും ചരിത്രങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഈ പ്രസ്ഥാനത്തിന്റെ ആത്മീയതയുടെ, ഗുരുത്വത്തിന്റെ, പൊരുത്തത്തിന്റെ ആ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ എല്ലാവർക്കും നല്ലതാണ്. ഈ ഗുരുനാഥന്മാരെ പ്രയാസപ്പെടുത്താമെന്ന് ആരും മനസ്സിലാക്കണ്ട. ഇതൊക്കെ ദൗർബല്യമാണ് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഇത് കുറെ വയസ്സായ മൗലിയമാര്, പാവങ്ങള്, ചില ആളുകളുടെ ധാരണ അതാ,
സമസ്ത ഒരു തീരുമാനമെടുത്താൽ അതിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ പറയാ സമസ്ത മുശാവറ കുറെ വയസ്സന്മാരല്ലേ, ഓർമ്മല്ലാത്ത ആളുകളല്ലേ, വകതിരിവില്ലാത്ത ആളുകളല്ലേ, കുറെ പ്രായം ഉള്ള ലോകം തിരിയാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുറെ വയസ്സന്മാര് ഒന്നും തിരിയാത്ത കുറെ ആളുകള്, അവരെ കൊണ്ട് രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ഉള്ള ചില ആളുകൾ പറയിപ്പിക്കാണ് സമസ്ത ചില തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോ അത് സമസ്തന്റെ തീരുമാനമല്ല. നിങ്ങൾ ആരെയാണ് ഈ കൊച്ചാക്കുന്നത്? ആർക്കാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ പറയണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് നിലവിലുള്ള മുശാവറ മെമ്പർമാർ ആരും ഓർമ്മ നഷ്ടപ്പെട്ടവരല്ല. പണ്ട് കണ്ണിയത്ത് ഉസ്താദിനെതിരെ അത്തും വിത്തും ആരോപിച്ചവരെ പോലെ ഇന്ന് സമസ്തയുടെ ഉലമാക്കൾക്കെതിരെ അത്തും വിത്തും ആരോപിക്കാൻ അകത്തു നിന്ന് ആരെങ്കിലും കടന്നു വന്നാൽ അവരെയൊക്കെ നിലക്ക് നിർത്താനാണ് SKSSF ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് പറ്റാത്ത തീരുമാനം വന്നാൽ സമസ്ത CIC-ക്കെതിരെ തീരുമാനമെടുത്തു. അത് എന്തിന്റെ പേരില? ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഈ വാഫി വഫിയ സംവിധാനത്തെ തേനൂട്ടി പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്നത് ആരാ? സമസ്തയായിരുന്നില്ലേ? സമസ്തയുടെ ഉലമാക്കളായിരുന്നില്ലേ? ഈ വാഫി വഫിയ സംവിധാനത്തിൽ ചേർക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളാരാ? ഭൂരിപക്ഷം ഈ മുഅല്ലിമീങ്ങളും മുദരിസുമാരും ഈ ഖത്തീബുമാരും സമസ്തയുടെ പ്രവർത്തകരല്ലേ? ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മക്കളെ വാഫി വഫിയക്ക് കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മക്കളെ, രാഷ്ട്രീയം മാത്രം തലക്ക് മത്ത് പിടിച്ച് നടക്കുന്നവർ അവരുടെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ടോ? അവർ MBBS എവിടെയെങ്കിലും സ്വാധീനിച്ച് സീറ്റ് കിട്ടുമോ എന്ന് നോക്കും. അതല്ലേ പണ്ഡിതന്മാരെ, പണ്ഡിതകളെ വളർത്തിക്കൊണ്ടുവരാൻ സമസ്തക്കാരാണ് മക്കളെ പറഞ്ഞയച്ചത്. അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് മകനെ വാഫിയാക്കി, മകളെ വഫിയയാക്കി. വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫി, അലൈഫ് അലി കുളപ്പുറപ്പിന്റെ മക്കൾ വാഫികൾ. ഞങ്ങളുടെ ഒക്കെ മക്കള്, പേരക്കുട്ടികള്, മരുമക്കള്, അനുജന്മാര്, കുടുംബത്തിലുള്ളവര്, നമ്മളൊക്കെ പലപ്പോഴും അവരെ പഠിപ്പിച്ച് ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചത് എന്തിന്റെ പേരില? അന്ന് മുതലേ ഒരു പരസ്യമുണ്ടായിരുന്നു, സമസ്ത അംഗീകരിച്ച സിലബസ്. സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന വളാഞ്ചേരി മർക്കസാണ് ആസ്ഥാനം. ആ മർക്കസ് സ്ഥാപിച്ച ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത്, മഹാന്മാരായ നേതാക്കൾ. ഈ പാരമ്പര്യത്തിൽ കടന്നു വരുന്ന ഒരു വഴി, അത് ആ വാഹനത്തിൽ കയറിയ ചില ഡ്രൈവർമാർ വഴിതിരിച്ചുവിടും എന്ന് അന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. പിന്നെ അവരുടെ ഉള്ളിലുള്ള ചില സ്വപ്നങ്ങൾ പുറത്തു വന്നു. ആളും അർത്ഥവും ഒക്കെ ആയപ്പോ, കുറെ കുട്ടികൾ ബിരുദം നേടി പുറത്തിറങ്ങിയപ്പോ അവരെയൊക്കെ ഈ പാവപ്പെട്ട കുട്ടികളെ, വാഫി കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, ബ്രെയിൻ വാഷ്, നിരന്തരമായ ക്ലാസ് കൊടുത്ത് ഈ മക്കളെ സ്വന്തം മാതാപിതാക്കൾക്ക് എതിരാക്കിയില്ലേ ഇയാൾ? സമസ്തയുടെ ഉലമാക്കൾക്ക് എതിരായി ചിന്തിക്കുന്നവരാക്കിയില്ലേ? എന്താണ് ഗുരുത്വം പൊരുത്തം എന്ന് നിങ്ങൾ ഈ മക്കൾ ചിന്തിക്കുന്നുണ്ടോ? അവര് ചില ആളുകൾ പറയാ, സമസ്തയുടെ സമുന്നത നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ മക്കൾ പറയാ, എന്റെ വാപ്പയും അക്കീം ഫൈസിയും എതിരായാൽ ഞാൻ അക്കീം ഫൈസിയുടെ കൂടെ നിൽക്കുക. ഈ അക്കീം ഫൈസിയേക്കാൾ എത്രയോ ഇൽമും പാണ്ഡിത്യവും മഹത്വവുമുള്ള ഒരു പണ്ഡിതന്റെ മകന് അങ്ങനെ പറയുന്ന ഒരവസ്ഥ വരുമ്പോ എത്രത്തോളമാണ് ഈ ബ്രെയിൻ വാഷ് നടന്നത്? നിങ്ങൾ സമസ്തക്കെതിരാവണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാവണം. അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ റൂട്ടാണ്. നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റിനെ മാറ്റും, നമ്മൾ സമസ്തയിൽ ഭിന്നതയുണ്ടാക്കും, സമസ്തയെ നമ്മുടെ റൂട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഈ കുട്ടികൾക്ക് നിരന്തരം ക്ലാസ് കൊടുത്ത് ഈ പാവപ്പെട്ട മക്കളെ പറ്റിച്ചു ഇയാൾ. ഇതൊക്കെ ഇപ്പോഴല്ലേ കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ ഞങ്ങൾക്കൊക്കെ വേദനയുണ്ട്. അയാളെ ഏറ്റവും വലിയ എല്ലാമാക്കി ഈ മക്കളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഒരു ആരാധനാ മനോഭാവം പോലെ, ഒരു വ്യക്തിപൂജ പോലെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അയാളുടെ ബുദ്ധിവൈഭവം വിജയിച്ചിട്ടുണ്ട്. ഇതൊരു വ്യക്തിഹത്യ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണ്ട. ഇത് പറയുമ്പോ അവർക്ക് വേദന ഉണ്ടാവും, പക്ഷെ അതിനേക്കാൾ വേദനയുണ്ട് ഈ മക്കളുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, അവരുടെ ഉസ്താദുമാർക്ക്, സമസ്തയുടെ ആലിമീങ്ങൾക്ക്. സയ്യിദുൽ ഉലമയെ തെറി പറയുമ്പോ, സമസ്തയുടെ മുശാവറ അംഗങ്ങളെ അസഭ്യം പറയുമ്പോ, സമസ്തക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആലിമീങ്ങളെ, നേതാക്കളെ, പ്രഭാഷകരെ, സമസ്തക്ക് വേണ്ടി ഇഖ്ലാസോടെ ജീവിക്കുന്ന നിഷ്കളങ്കരായ ഉലമാക്കളെ
ഈ മക്കൾ വന്ന് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുമ്പോ അവരുടെ വേദന എന്താ നിങ്ങൾക്കില്ലാത്തത്? എത്ര വേദന ഇവർക്കുണ്ടാകും? എന്താണ് ഈ ഭിന്നത ഉണ്ടാക്കിയത്? ആരാണ്? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. 2000 മുതൽ CIC-യുടെ പ്രസിഡന്റാണ്. 2004 CIC-യുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റി ആക്ട് പ്രകാരം 2004 എവിടെന്നാ പ്രശ്നം തുടങ്ങിയത്? ഞാൻ വിശദീകരിക്കുകയല്ല. 2022 ജനുവരി മാസത്തിൽ CIC അവരുടെ പാങ് ക്യാമ്പസിൽ സെനറ്റ് കൂടി ഭരണഘടന തിരുത്തി, ഭരണഘടന സമസ്തയെ വെട്ടിമാറ്റി. അവിടെ നല്ലേ പ്രശ്നം തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ. എന്തിനാണ് നിങ്ങളാണ് സമസ്തയെ ത്വലാഖ് ചൊല്ലിയത്? CIC-ക്കാരാണ് സമസ്തയെ ഒഴിവാക്കിയത്. 2022 ജനുവരിയിൽ ഭരണഘടനയെ സമസ്തയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തെ സമസ്തക്കൊരു റൈറ്റുമില്ലാത്ത വിധം സമസ്തയുടെ പ്രസിഡന്റ്, ഏത് കാലഘട്ടത്തിലെ പ്രസിഡന്റും CIC-യുടെ ഉപദേശക സമിതിയിൽ ഉണ്ടാവണം. നിങ്ങൾ വെട്ടി സമസ്തക്ക് ഒരു പവറുമില്ലാതാക്കിയ ഭരണഘടന ഇപ്പോ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളും സമസ്തയുടെ ഉലമാക്കളും ചേർന്നെടുത്ത് 9 നിബന്ധനകൾ, ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 2022 ജനുവരിയിൽ ഇവര് സമസ്തയെ ത്വലാഖ് ചൊല്ലി. അപ്പൊ ഉടനെ പിറ്റേ ദിവസം സമസ്ത തിരിച്ചു ത്വലാഖ് ചൊല്ലിയിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. 1 കൊല്ലവും 3 മാസവും കഴിഞ്ഞ് 2023 ഏപ്രിൽ 1 സമസ്ത മുശാവറ കൂടിയിട്ട് CIC-യുമായി ബന്ധം വിച്ഛേദിക്കുന്നത്. പിന്നെയും നിരന്തരമായ മസ്ലഹത്ത് ചർച്ചകളും മറ്റുമൊക്കെ നടന്നു. ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. പല ചർച്ചകളും. അത് അവസാനം 9 തീരുമാനങ്ങൾ. അത് എടുത്തത് സമസ്തയുടെ മാത്രം തീരുമാനമല്ല, മധ്യസ്ഥന്മാരുടെ തീരുമാനം. അവർ എത്രയോ മണിക്കൂറുകൾ 2ഉം 3ഉം സിറ്റിംഗ് എടുത്ത് തയ്യാറാക്കിയ ഈ 9 നിബന്ധന അംഗീകരിക്കുന്നതിന് പകരം അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോയി. അപ്പൊ അവസാനം ഈ കഴിഞ്ഞ ഡിസംബർ 11 സമസ്ത മുശാവറ തീരുമാനം ഒന്നുകൂടെ കടുപ്പിച്ചു, വളരെ ശക്തമായി പ്രഖ്യാപിച്ചു. ഒരിക്കൽ കൂടെ CIC-യുമായി അതേപോലെ ഇയാൾ ബന്ധപ്പെടുന്ന എല്ലാ വിദ്യാഭ്യാസ സംവിധാനവും ബന്ധം വിച്ഛേദിച്ചു. പിറ്റേ ദിവസം ഇയാൾ എന്താ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഞങ്ങളത് അംഗീകരിക്കാത്തതൊക്കെ സൊസൈറ്റി ആക്ട് ആണ്. അത് 1896 സൊസൈറ്റി ആക്ട് ആണ്. നിങ്ങൾ ഈ സൊസൈറ്റി ആക്ട് പറഞ്ഞ് ആരെയാ പേടിപ്പിക്കുന്നത്? നിങ്ങളെക്കാൾ ഈ സൊസൈറ്റി ആക്ടും അതിന്റെ ഗവൺമെന്റ് പ്രോട്ടോകോളും അതിന്റെ നിയമവശവും നിങ്ങളെക്കാൾ പഠിച്ച അഡ്വക്കറ്റുമാരും ജഡ്ജിമാരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇത് പറഞ്ഞ് ഭയപ്പെടുത്താൻ വരണ്ട. നിങ്ങളാണ് ഭരണഘടന വെട്ടിയത്, നിങ്ങളാണ് സൊസൈറ്റി ആക്ട് ലംഘിച്ചത്. 2004 ഈ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോ അതിന്റെ പ്രസിഡന്റായി ഒപ്പിട്ടിരുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാ. തങ്ങൾ വഫാത്തായപ്പോ നിങ്ങൾ എന്തിനാ ഭരണഘടന വെട്ടിയത്? തങ്ങളെ ആരാ നിന്ദിച്ചത്, അവഹേളിച്ചത്? തങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നതായിരുന്നില്ലേ ഇത് സമസ്തയുടെ കീഴിലാണ് എന്ന്? തങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നതായിരുന്നില്ലേ സമസ്തയുടെ പ്രസിഡന്റുമാർ അതാത് കാലഘട്ടങ്ങളിൽ CIC-യുടെ ഉപദേശക സമിതിയിൽ ഉണ്ടാവണമെന്ന്? ആ തങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് 2022 നിങ്ങൾ എന്തിനാണ് ഭരണഘടന വെട്ടിയത്? നിങ്ങളാണ് സൊസൈറ്റി ആക്ടിനെതിരെ പ്രവർത്തിച്ചത്. എന്നിട്ട് സമസ്തയെ സൊസൈറ്റി എന്ന് പറഞ്ഞ് ഞെട്ടിക്കാൻ വരെ ആ കാലം കഴിഞ്ഞു പോയില്ലേ? നിങ്ങളെ നിയമം പറഞ്ഞ് ഈ പാവപ്പെട്ട ഉസ്താദുമാരാണെന്ന് മനസ്സിലാക്കി ഭയപ്പെടുത്താൻ വരണ്ട. ഈ ഉസ്താദുമാരുടെ കീഴിൽ ആയിരക്കണക്കിന് അഡ്വക്കറ്റുമാരുണ്ട്, നിയമവിദഗ്ധരുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ വഴിയെ സംരക്ഷിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചുറുചുറുക്കുള്ള മക്കളുണ്ട്. SKSSF-ന്റെ ധീരരായ വിദ്യാഭ്യാസമുള്ള പ്രവർത്തകരുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? SKSF-ന്റെ കീഴിൽ ഡോക്ടർമാരുടെ വിങ് ഉണ്ട്, വലിയ വലിയ പ്രൊഫഷണലുകളുടെ വിങ്ങുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ എന്ന്. നിങ്ങൾ SSLC കഴിഞ്ഞ് ഒരു 5-8 കൊല്ലം ഈ കുട്ടികൾക്ക് കുറച്ച് ഡിഗ്രി പഠിപ്പിച്ചപ്പോഴേക്ക് നിങ്ങളാ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെയും നിയമവശത്തിന്റെ ആളുകളെന്ന് മനസ്സിലാക്കിയോ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് സമസ്തയുടെ നേതാക്കളോട്. അവിടെ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. ഈ 9 നിബന്ധന അത് അംഗീകരിച്ച് അത് നടപ്പിലാക്കി അത് സമസ്തയെ ബോധ്യപ്പെടുത്തി തിരിച്ചു വന്നാൽ സമസ്ത പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തീരുമാനം അന്തിമമാണ്, അതിലൊന്നും ആർക്കും തർക്കം വേണ്ട.
ഇവിടെ സുന്നത്ത് ജമാഅത്തിന് അതിന് ശക്തി ഉണ്ടാവണം. ബിദ്അത്തുകാരന്റെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഈ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താനാണ് സമസ്ത ഈ സംവിധാനത്തിനെതിരെ തീരുമാനമെടുത്തത്. വഹാബിസത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ സംവിധാനങ്ങളുടെ കൂടെ കിടക്കാനും കൂടെ പോകാനും അവരുടെ ആശയങ്ങൾ ഒളിച്ചു കടത്തിയിട്ട് പാവപ്പെട്ട യുവതലമുറയുടെ മുന്നിൽ കുത്തിവെച്ച് അപകടമുണ്ടാക്കാനും ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ ഉള്ളിലിരിപ്പ് അത് പുറത്തു ചാടി അതിനെ നിയന്ത്രിക്കാനാ നിങ്ങളുടെ വെറുപ്പുണ്ടായത് കൊണ്ടല്ല. തെറ്റ് തിരുത്തി തിരിച്ചു വന്നാൽ സമസ്ത പുറത്താക്കിയ ആളുകളെ തിരിച്ചെടുത്തിട്ടില്ലേ? പലവട്ടം തിരിച്ചെടുത്തിട്ടില്ലേ? ഇയാളെ പുറത്താക്കിയിട്ടുണ്ട്. ഈ സംവിധാനത്തിന് നടപടിയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല നിലക്ക് സമസ്തയുടെ കീഴിൽ ഈ ഇത്രയും കാലം നിങ്ങൾ വളരുന്ന സമയത്ത് ആ രീതി സ്വീകരിച്ചതുപോലെ ആ വഴിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രഭാഷകർ ഇവിടെ പ്രഭാഷണം നടത്താനുള്ളത് കൊണ്ട് നമുക്ക് സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി നാളെ സമസ്തയുടെ 100ാം വാർഷികം പ്രഖ്യാപിച്ചാൽ, സമസ്ത 100ാം വാർഷികത്തിന്റെ പ്രമേയം പ്രഖ്യാപിച്ചാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പ്രസ്ഥാനത്തിന്റെ മഹാചരിത്ര സമ്മേളനത്തിന്റെ നഗരി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് സമസ്തയുടെ പട്ടാളം ആ സമ്മേളന നഗരിയിലേക്ക് സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആ പ്രമേയം അത് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ വഴി അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നാളത്തെ പ്രഖ്യാപനം വരുമ്പോ അതിന്റെ കൂടെ എല്ലാ കുതന്ത്രകാരികളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സമസ്തക്കൊരു കോട്ടയുടെ കാവലാളുകളായി ഈ SKSSFന്റെ മക്കളുണ്ടാകും. ഈ പ്രസ്ഥാനത്തിന്റെ ഈ യാത്രയെ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ കഴിയൂല. നിങ്ങൾ എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും, എത്ര പണമൊഴുക്കിയാലും, എത്ര കുതന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിച്ചാലും, ഇഖ്ലാസോടുകൂടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ദുആ ചെയ്ത്, കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്ത് പുറത്തുവിട്ട SKSSF സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ പഞ്ചാക്ഷരിയുടെ ഈ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മക്കൾ സമസ്തയുടെ കൂടെയുണ്ടാകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSSF നിലമ്പൂർ മേഖല ആദർശ മഹാസമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രതീക്ഷ